ഹലോ അസ്സലാമു അലൈക്കും. കുറച്ച് ദിവസമായില്ലേ അപ്പോൾ നമ്മൾ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ മസ്കറ്റ് നൈറ്റും പിന്നെ അതുപോലെ തന്നെ ഫ്ലവർ ഫെസ്റ്റിവൽ അങ്ങനെ ഒത്തിരി പ്രോഗ്രാംസ് എന്താ പറയുക ഡിഫറെൻറ്റ് സ്പോട്ടുകളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ഡിസംബർ ജാനുവരി മന്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ വിൻ്റർ സീസണും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് പുറത്തും അകത്തൊക്കെ നല്ല തണുപ്പാണ്. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ അത്യാവശ്യം നല്ല പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് എന്താ പറയുക കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നും നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പോയ സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരുന്നത്. അപ്പോൾ എന്താ പറയുക ഒരുപാട് വോയിസ് ഓവർ കൊടുത്തിട്ട് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരും കേട്ടോ. ഓക്കെ, അങ്ങനെ ഞാനും ഹസ്ബൻഡും മോളും പിന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും കൂടിയാണ് കേട്ടോ നമ്മൾ ഈ മസ്കറ്റ് നൈറ്റിന് പോകുന്നത്. അപ്പോൾ മൊബൈലിലുള്ള നസീം ഗാർഡനിലാണ് ഈ ഒരു മസ്കറ്റ് നൈറ്റ് നടക്കുന്നത്. പിന്നെ ഏതൊക്കെയോ സ്പോട്ടുകളിൽ നടക്കുന്നുണ്ട് എന്നറിയാം, പക്ഷെ എവിടെയെന്ന് അറിയില്ല കറക്റ്റ്. ജാനുവരി 23 വരെ ആയിരുന്നു ഈ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഡേറ്റ് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, ഫെബ്രുവരി വരെ ഉണ്ട് എന്നാണ് കേട്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്ത് ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ എന്ത് ചെയ്ത് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ എൻട്രൻസിൽ കയറുന്ന സമയത്ത് അവർ തന്നെ അവിടുത്തെ സ്റ്റാഫ് തന്നെയാണ് കേട്ടോ നമുക്ക് ബാൻഡൊക്കെ കിട്ടി തന്നത്. അപ്പോൾ അവർ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വ്ളോഗറാണെന്ന്. പറയാൻ പറ്റില്ലല്ലോ, സബ്സ്ക്രൈബേഴ്സും അത്ര ഇല്ലാത്ത കാരണം ഞാൻ വലിയ വ്ളോഗറാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ നമ്മൾ ഉള്ളിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ കയറി ഇനി ഞാൻ കൂടുതൽ പറഞ്ഞു എന്താ പറയുക ബോറടിപ്പിക്കുന്നില്ല. പിന്നെ ഇവിടെ ഈ കയറി വരുന്ന സ്ഥലത്ത് തന്നെ അവർ ചെടികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്നും ഒരുപാട് അങ്ങോട്ട് എന്താ പറയുക ഇതായിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് ഇപ്പം അവർ എടുത്തിട്ടുള്ള പുതിയ എൻട്രൻസ് ആണ്. നമ്മൾ മുന്നേ ഈ ഒരു ഗാർഡനിലേക്ക് വന്ന സമയത്ത് ഇത്രയും വൈഡ്നെസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള ഏരിയ. പിന്നെ നമ്മുടെ നാട്ടിലെ പുല്ലും ഇതൊക്കെ കണ്ടപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ മറ്റേ കുതിരസവാരി ആ ഒരു എന്താ പറയുക അതൊക്കെ കണ്ടു കേട്ടോ. കൂടുതൽ വിവരിക്കുന്നില്ല, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ. അപ്പോൾ ഓക്കെ, അങ്ങനെ നമ്മൾ നടന്നു പോകുന്ന സമയത്താണ് നമ്മളൊരു കുഞ്ഞു കുതിരക്കുട്ടീനെ കണ്ടത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇതിനെ കാണാൻ. അപ്പം ഞാൻ അതിനിങ്ങനെ തൊട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം മോൾക്ക് അതിൽ കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതിന് ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. പക്ഷെ അവളെ കയറില്ല എന്ന് ഉറപ്പായ കാരണം തന്നെ നമ്മളെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കയറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഇതേപോലെ ഇങ്ങനെ കുതിരസവാരിയൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ കുറച്ച് റൈഡ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ ഈ എന്താ പറയുക ഒരു പൂരത്തിനും അങ്ങനെയൊക്കെ നാട്ടിലുണ്ടാവുന്ന അതേപോലത്തെ കുറച്ച് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ ആ ഒരു എന്താ പറയുക റിങ് എറിയുന്ന ഗെയിമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഐഫോൺ അങ്ങനെ എന്തൊക്കെയായിരുന്നു ഫോണുകളായിരുന്നു, അതിലേക്ക് നമ്മൾ റിങ് എറിഞ്ഞിട്ട് അത് അവർ പറയുന്ന പൊസിഷനിൽ വീണ് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോൺ കിട്ടുന്നൊക്കെ. അപ്പോൾ അങ്ങനെ ആർക്കൊക്കെ അവിടെ വീണത് കറക്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അടിയും പോലീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ. അപ്പോൾ അതൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, പോലീസ് വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് റൈഡ്സും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടു. അപ്പോൾ അവിടെയുള്ള ആ ഒരു ബലൂണിന് വേണ്ടിയിട്ട് മോള് കുറേ നേരം വാശി പിടിച്ച സ്റ്റിക്കിൽ ഉള്ള ബലൂണിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കണ്ട നല്ല ഇഷ്ടപ്പെട്ട ഒരു റൈഡാണ് കേട്ടോ ഈ ഒരു ജഗ്ഗും കപ്പും എന്നുള്ള രീതിയിൽ ഒരു റൈഡ് കണ്ടു. അത് എവിടെയും കാണാത്തൊരു റൈഡായിരുന്നു. അപ്പം അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ഈ ഒരു തോണി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഐറ്റംസ് ഒക്കെ നമ്മൾ കുറേ കണ്ടിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കണ്ടു. കുറേ റൈഡ്സ് ഉണ്ടായിരുന്നു. അത്യാവശ്യം വൈഡ് ഏരിയയാണ്. നടന്നു വന്നപ്പോൾ നമ്മൾ കുഴഞ്ഞു. പിന്നെ ലാസ്റ്റുള്ള കുറേ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം എന്താ വെച്ചാൽ നമ്മളെ ഫോണിൽ ചാർജ് ഉണ്ടായില്ല. അങ്ങനെ പിന്നെ പകല് ഡേ ടൈം ആയതുകൊണ്ട് തന്നെ എന്താ പറയുക ലൈറ്റിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇനി നൈറ്റിൻ്റെ ഒരു വ്യൂ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ലൈറ്റുകളാണ് കേട്ടോ. പക്ഷെ ഡേ ടൈം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒന്നും ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ കുറേ വഴികളൊക്കെ ഉണ്ട്, ഇങ്ങനെ നടന്ന് പോയി വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റിയ നല്ല നല്ല സ്പോട്ടുകളാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എന്താ പറയുക പൂൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കുറേ നേരം അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു. കുഞ്ഞു വാട്ടർഫാൾസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ വന്ന സമയത്താണ് കുറച്ച്
റൈഡ്സും കാര്യങ്ങളൊക്കെ കണ്ടു, ഗാർഡനും കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഷോപ്പിൻ്റെ പോലെ എന്താ പറയുക, നമ്മൾ പറയില്ലേ ഒരു എക്സിബിഷൻ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മളിങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ നോക്കി. അപ്പോൾ നമ്മൾ ട്രൈപോഡൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല റേറ്റാണ് അവർ പറഞ്ഞത്. പിന്നെ ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ നമുക്ക് എന്താ പറയുക തീരെ കളക്ഷൻസ് ഇല്ലാത്ത പോലെ തോന്നിയിട്ടോ. പിന്നെ കുറേ അബായാസും കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ ഞാൻ എന്താ പറയുക അവിടെ നിന്ന് ഒരു റിങ് എടുത്തിട്ടുണ്ടായിരുന്നു. റിങ്ങിനൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ നല്ല റേറ്റും ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു ചെറിയ റിങ് എടുത്തു, വലിയ റേറ്റൊന്നും ഇല്ലാത്ത. അങ്ങനെ ഇതൊക്കെയായിട്ട് റിങ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. കൂടുതൽ കളക്ഷൻസും നമ്മൾ കാണിക്കുന്നില്ല. ഇതാണ് ഞാൻ എടുത്ത റിങ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നോക്കുമ്പോഴേക്കും ഏകദേശം ഇരുട്ടായിക്കണ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും. അപ്പോൾ പിന്നെ ലൈറ്റിൻ്റെ ഒക്കെ ഒരു ഇത് മനസ്സിലാവുന്നത് അപ്പോഴാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. വീഡിയോയിൽ എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാവുന്ന അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം വൈഡ് ഏരിയയാണ്. ഇതൊക്കെ ഒരു ചെറിയ ചെറിയ ഭാഗങ്ങളാണ്. കുറേ നടന്ന് ഇങ്ങനെ കാണാനുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ നടന്നു വരുന്ന സമയത്താണ് കേട്ടോ ഈ ഒരു ഡാൻസ് കണ്ടത്. അപ്പോൾ അതിൽ കളിക്കുന്ന ഒരു ലേഡി ഭയങ്കര എന്താ പറയുക ഒരു നമുക്ക് ടാറ്റയൊക്കെ മീൻസ് ഇങ്ങനെ ടാറ്റയൊക്കെ കാണിച്ചിട്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇവരുടെ ഡാൻസ് കാണാൻ. പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു അവരുടെ ഡാൻസിന് കുറച്ചും കൂടി സ്പീഡ് കൂടിയത്. അവിടെ അങ്ങനെ നമ്മൾ നടന്നു വരുന്ന സമയത്താണ് സ്റ്റേജ് പ്രോഗ്രാംസ് കണ്ടത്. പിന്നെ അവിടെ ഇരുന്ന് അവിടുത്തെ സ്റ്റേജിലുള്ള ഓരോ എന്താ പറയുക പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ഒമാനീസിലുള്ള കുറച്ച് ഡാൻസസ് എന്താ പറയുക നമ്മുടെ നാട്ടിൽ ഉള്ള അങ്ങനെ മീൻസ് ആ ഒരു ലെവലിലുള്ള കുറേ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒമാനി ഡാൻസ് ഞാൻ അധികം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവരുടെ ഡാൻസും കാര്യങ്ങളും ആ ഒരു സ്റ്റൈലും ഒക്കെ ഭയങ്കര രസമായിരുന്നു കാണാൻ. നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മ്യൂസിക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഭാഗങ്ങളാണ് കേട്ടോ ഇതൊക്കെ. പക്ഷേ ഞാൻ യൂട്യൂബിൽ ഇത് ഇന്നലെ അപ്ലോഡ് ചെയ്തപ്പോൾ യൂട്യൂബ് എനിക്ക് എട്ടിൻ്റെ പണി വന്നു. എനിക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു കോപ്പിറൈറ്റിന്റെ ക്ലെയിം വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പോട്ടെ, എനിക്ക് വോയിസ് ഉണ്ടല്ലോ, ഞാൻ വോയിസ് ഓവർ ചെയ്തോളാം. ഞാൻ ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മുടെ വോയിസുകൾ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല എന്താ പറയുക നല്ല രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഡിസംബർ ജാനുവരി ടൈം എന്ന് പറയുന്നത് മസ്കറ്റിലെ വിന്റർ സീസൺ ആണെന്ന്. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് എന്താ പറയുക ഈ ഒരു മസ്കറ്റിൽ ഒരു ഫെസ്റ്റിവൽ മൂഡാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എവിടെ ചോദിച്ചാലും പ്രോഗ്രാംസ് അതേ ടൈംസിൽ പ്രോഗ്രാംസ് ഇല്ല എന്നല്ല കേട്ടോ. പക്ഷെ മറ്റുള്ള ഒരു വെതേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ വിന്റർ സീസണിൽ ഇവിടെ ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ. മസ്കറ്റിലേക്ക് ഫ്ലൈറ്റ് പിടിച്ച സമയത്ത് ശരിക്കും മനസ്സിൽ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. ഇവിടുത്തെ റൂൾസ്, അതുപോലെ തന്നെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ, ഇവിടുത്തെ കൾച്ചർ എല്ലാത്തിനോടും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുമോ എന്നുള്ളത് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. ഫാമിലീസ് എടുത്ത് നമ്മൾ വരുന്ന സമയത്ത് പെട്ടെന്നൊന്നും നാട്ടിലേക്ക് പോയില്ല എന്ന് നമുക്ക് നല്ല ധാരണ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ഇവിടെ വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നാട്ടിലേക്ക് പോകണം എന്നുള്ള ഒരു ആഗ്രഹം പോലും ഇല്ലാതായിപ്പോയി. ഇങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം കേട്ടോ. GCC കൺട്രീസിൽ വന്നിട്ട് ആ ഒരു എന്താ പറയുക ലൈഫിനോട് വളരെയധികം ഇഷ്ടം തോന്നി, അവിടെ മീൻസ് ആ ഒരു ലൈഫ് കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ വരുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, പക്ഷെ വന്ന് ഇവിടെ ഇഷ്ടപ്പെട്ടപ്പോൾ ശരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് എനിക്കുള്ള ഒരു കംഫർട്ട് സോൺ ആണെന്നുള്ളത് കേട്ടോ. അപ്പൊ അതുപോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യും കേട്ടോ. ജസ്റ്റ് എൻ്റെ ആ ഒരു എന്താ പറയാ ഇഷ്ടം പോലെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്.
അതുപോലെ തന്നെ മസ്കറ്റിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ ജോബ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് കേട്ടോ. അപ്പൊ എനിക്ക് എങ്ങനെയാണ് ഇവിടെ ജോബ് കിട്ടിയിട്ടുള്ളത് എന്നൊരു വീഡിയോ എന്തായാലും ഉടനടി ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണ് കേട്ടോ ആ ഒരു വലിയ സത്യം ഞാൻ തിരിച്ചറിയുന്നത്. നാട്ടിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ എപ്പോഴും എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തിനാ ടീച്ചർ എപ്പോഴും ട്ടോ ഓക്കെ എന്നൊക്കെ പറയുന്നേന്ന്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വായിൽ കയറി വരുന്ന 2 വേർഡ്സാണ് കേട്ടോ അത്. അപ്പോൾ ജോബ് നിർത്തി മസ്കറ്റിലെത്തിയപ്പോൾ അതൊക്കെ എന്നോട്ട് പോയി എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു വീഡിയോസ് ചെയ്യുന്ന സമയത്ത് വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് അതെന്നെ വിട്ടിട്ട് പോയിട്ടില്ല എന്നുള്ള നഗ്നമായ സത്യം ഞാൻ തിരിച്ചറിയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ടോയും ഓക്കെയും ഒക്കെ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ആളുകളുണ്ടെങ്കിൽ അത് ഏതാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന വേർഡ് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണേ. അതുപോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. ഓക്കെ. അവിടെ ഉണ്ടായിരുന്ന എല്ലാ പ്രോഗ്രാംസും നല്ല ഒന്നിനൊന്ന് വെച്ചെന്ന് പറഞ്ഞ പോലെ ആയിരുന്നു. പക്ഷെ ഈ ഒരു ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ലൊരു അവരുടെ ആ ഒരു സ്റ്റൈലും ആ ഒരു സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ അവരുടെ ഡ്രസ്സിങ്ങും ഒക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു ഫയർ വർക്ക്. നല്ല രസമുണ്ടായിരുന്നു. എല്ലാ ഇവൻറ്റ് കഴിഞ്ഞാലും ഈ ഒരു ഫയർ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.